അപ്പോൾ ഇന്ന് ഓണം. ഇവിടെ ഇപ്പം സമയം എത്രയായി? സമയം 9 കഴിഞ്ഞു. നമ്മളിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ ആൻറ്റിയുടെ വീട്ടിലാണ്. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഓണം അപർണയുടെ വീട്ടിലാണ്. കുറേ നാളുകൾക്ക് ശേഷം അല്ലേ? അതെ, ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ 9 കഴിഞ്ഞു. ഞാൻ 9 കഴിഞ്ഞു. നീ എപ്പോൾ എണീറ്റു? ഞാൻ നേരത്തെ എണീറ്റ്. ഒരാൾ എണീറ്റ് പല്ലിയൊക്കെ പോയിട്ടുണ്ട്. നിൽക്കുക. നമുക്കിനി പൂവുണ്ടല്ലേ, കുറച്ച് പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് പൂക്കളം ഇടാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. കണ്ടോ, ഇതൊക്കെയാണ് അപർണയുടെ വീട്ടിലെ പൂക്കള്. ഇതുണ്ട്. ഇതെന്താണ് ഈ വയലറ്റ്? ശംഖുപുഷ്പം ഇല്ലല്ലോ. പിന്നെന്തോ എനിക്കറിയാം. അതാ, അതെനിക്ക് പേരറിയത്തില്ല. ഇത് രണ്ടുണ്ട്. പിന്നെ ഇത് ഏതടി? ഇതിന്റെ പേരോ? I don't know. You don't know? പിന്നെ അതെ, ഇവിടെ കുറച്ച് പൂ. പിന്നെ ഇതുണ്ട്. ഇതും വെച്ചിടാം. ഇത് നമുക്ക് സെൻറ്ററിൽ വെക്കാം. ഇനി വാ. ഓണത്തിനെ പറ്റി എന്തെങ്കിലും പറ. ഓണത്തിനെ പറ്റി ഒന്നും പറയാം. ഒരാൾ പല്ലിച്ചിട്ട് വന്നതേ ഉള്ളൂ. ആ പൂ പറിക്കാം. ഓക്കെ, നമ്മൾ ഈ മഞ്ഞയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക്സ്. വാ. കണ്ടോ, ഓക്കെ, ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പൂ കിട്ടിന് കുറച്ചും കൂടെ ആവശ്യമുണ്ട്. വാ. ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ? ഏതാടി? ശംഖുപുഷ്പവും തോന്നുന്നില്ല കണ്ടിട്ട്. പക്ഷെ ഇത് വേറെ കളർ പൂ. ശംഖുപുഷ്പം ഇങ്ങനെ അല്ലല്ലോ ഇരിക്കണേ. നമ്മൾ പൂക്കളൊക്കെ പറിച്ചു ഗൈസ് അല്ലേ? നമ്മള് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് പൂവുള്ളൂ നമുക്കിവിടെ ഈ തോട്ടത്തിൽ വിരിഞ്ഞ അല്ല. ആദ്യം അതല്ല ഇത് കണ്ടോ, ഇതിവിടെ വെക്കാം. അങ്ങോട്ട് തിരിച്ചു. അത് തന്നെ. ഹായ്, നമ്മള് എന്ത് കഴിഞ്ഞല്ലേ? എന്ത് കഴിഞ്ഞു? അത്തപ്പൂ ഇട്ട് കഴിഞ്ഞു. നമുക്ക് കാണിച്ചു തരാം. എടാ വാ, കാണിച്ചു തരാം. കാണിക്കാം. കാണാം. സൂപ്പർ. എവിടെ കിട്ടിയ പൂ? വീട്ടിലുള്ള പൂവ് കൊള്ളാവോ? എന്റെ വീട്ടിലത്തെ പൂവല്ലേ? എന്റെ വീട്ടിൽ പൂ വാങ്ങണോ? നമ്മളെ വീട്ടിലെ പൂക്കൾ വെച്ചിട്ടുള്ള ഒരർത്ഥം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പുട്ടും ചില്ലി ചിക്കൻ. അങ്ങനെ ഉണ്ടോ? പറയൂ. പുട്ട് ആൻഡ് സൂപ്പർ ചില്ലി ചിക്കൻ. അങ്ങനെ ഉണ്ടോ? നമ്മളിട്ട് അത്തം പോകുന്നില്ല. അപർണ പറയാ ബാഹുബലിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ഇല്ല, ചുമ്മാ. പിന്നെ അറിയോ, ബാഹുബലിക്ക് അത്തപ്പൂ ഇഷ്ടപ്പെട്ടോണ്ടാണ് അത് പറന്നു പോവാത്തേന്ന്. പച്ച കള്ളം. ബാഹുബലിയോ മഹാബലിയാ? മഹാബലി. മാവേലി മഹാബലി. ബാഹുബലിന്ന് പറയരുത്. ഇല്ല, ബാഹുബലി മറ്റേ സിനിമ. പറയത്തില്ല. പറയത്തില്ല. ഓണത്തിന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. പുറത്തുനിന്ന് പൂവൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ അത്തപ്പൂ ഇടുന്നതിനെക്കാട്ടിലും അല്ലെ വീട്ടിലുള്ള പൂക്കൾ വെച്ച് അത്തന്നെ നല്ലത്. കണ്ടേനെ ഭംഗി നോക്കുക. അരമണിക്കൂറായി കാപ്പി കുടിക്കായിരുന്നു. ഇതുവരെയും കഴിച്ചു തന്നിട്ടില്ല. അതെ. ഡേ വാ. എന്നാ കഴിച്ചിട്ടോ. എന്താണ് കഴിക്കാൻ?
ദോശയും ചിക്കനും. വേണ്ടടാ, ഞാൻ കഴിച്ചു. എല്ലായിടത്തും പോയി തിന്നു ഞാൻ. ഓണമായിട്ട് എന്താണ്? ഓണമായിട്ട് അത്തപ്പൂർ. ഓണമായിട്ട് എന്താണ് പറയാടാ? ഹാപ്പി ഓണം. പുൽക്കൂട് പ്രശ്നം നീ അത്തപ്പൂട്. അവിടെ ശ്രീകുട്ടൻ അത്തപ്പൂട്ടുണ്ട്, അത് കണ്ടിട്ട് വരാം. അത് കാണട്ടെ, കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് വാ. അപ്പുറത്ത് ശ്രീകുട്ടൻ പൂക്കളം ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് വരാം. എവിടെ പോവാണോ? ശ്രീകുട്ടൻ്റെ വീട്ടിലോട്ട്. ശ്രീകുട്ടൻ്റെ കൊള്ളാം. എടാ ഈ ഓറഞ്ച് ഇതെവിടെ നീട്ടി? ഓറഞ്ച് അതെന്തോ സംഭവം? കൊള്ളാടാ. ബീട്രൂട്ട് മഞ്ഞപ്പൊടി ഇട്ടുണ്ടെന്നത്. ബീട്രൂട്ട് മഞ്ഞപ്പൊടി ഇട്ടാ? എങ്ങനെയുണ്ട്? കൊള്ളാം. അതെ, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 8 അത് തന്നെ ഇന്ന് ആര് പറഞ്ഞ ഐസ്ക്രീം കുടിക്കാണ് തുണി അത് കൊടുക്കണ്ട, ശ്വാസം മുട്ടെ. അപ്പൊ സദ്യ കഴിക്കാൻ പോവാണല്ലേ? ബീട്രൂട്ട് തോരൻ, മാങ്ങാച്ചാർ, കിച്ചടി, അവിയൽ, നാരങ്ങ, പായസം, പാലട, ഇഞ്ചി, പരിപ്പ്, ചോറ്, പപ്പടം. സദ്യ കഴിക്കാൻ പോകുവാണ്. പോകുന്നു ഗൈസ്. സബറിന് പോവുകയാണ്. ചേച്ചി പോടേ പോണൂന്നമ്മ. നൈറ്റ് ഡ്യൂട്ടി കയറണം. ക്യാമറ കാണിച്ചതും തിരിഞ്ഞ് മുടിയൊക്കെ ശരിയാക്കിയിട്ട് ഒരാളെ വരുന്നു. ഹാപ്പി ബിരിയാണിയാ? എന്തോ ബിരിയാണി. അപർണ പോവുകയാണോ? എന്താണ് ഓണം? എങ്ങനെയുണ്ട് ഇന്നത്തെ ഓണം? സദ്യ കഴിച്ചോ? നമ്മൾ കഴിച്ചു. What type of പായസം? ഗോതമ്പ് പായസം. ഗോതമ്പ് പായസം. സുജിയാ? പാൽ പായസം. പറഞ്ഞേടേ, ഹനിയും കൊണ്ട് പിടിക്കാണ്. പറഞ്ഞേ ബൈ. പാവടി. കാരാ
റെഡിയായി, ഇനി വീട്ടിൽ പോകണം. അപർണ ഫുഡ് കഴിച്ചിട്ട് പോയി. നിത്യ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി അവളും കൂടെ ഇറങ്ങിയിട്ട് വീട്ടിൽ പോകണം. ഇപ്പം സമയം 6 മണിയാവുന്നു. എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടോ? എന്ത് പറയുന്നു? വന്നു എന്തെങ്കിലും പറയുമ്പോഴത്തേന് ക്യൂട്ട്നെസ് ഇടാനല്ല പറഞ്ഞു, എന്തെങ്കിലും പറ. നമ്മൾ മാരേജ് ഫങ്ഷൻ, ഓണം എല്ലാം കഴിഞ്ഞു. ഇതിനടുത്ത് ഫ്രണ്ടിൽ കുഞ്ഞമ്മയുടെ വീട്, അതിൻ്റെ ഫ്രണ്ടിൽ ആൻറ്റിയുടെ വീട്, അങ്ങനെ അടുത്തടുത്ത് വീടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. അതെ, ഇപ്പം വീട്ടിൽ വന്നേ ഉള്ളൂ. ഇനിയൊന്നുമില്ല, ഇനി ഫുഡ് കഴിക്കുക, കിടന്ന് ഉറങ്ങുക. യെസ്, ഉറങ്ങും. വീട്ടിൽ വന്നു കഴിച്ചു.